ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് കവിത. ഇപ്രകാരം ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ കർത്താവ് തന്ന വിലയേറിയ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്രകാരം ഒരവസരം ഒരുക്കിയതായ കർത്തൃദാസൻ അനീഷ് സ്റ്റാൻലി പാസ്റ്ററിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. സെർബ്രൽ പാൾസി എന്ന രോഗബാധിതനായ ഒരു മകനുമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ കർത്താവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ അനുഭവ സാക്ഷ്യമാണ് എനിക്കെല്ലാവരോടും പറയുവാനുള്ളത്. എൻ്റെ മകന് 1.25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ മകൻ ജനിച്ചപ്പോൾ സെർബ്രൽ പാൾസി എന്ന രോഗബാധിതനായിട്ടാണ് ജനിച്ചത്. അവൻ ജനിക്കുമ്പോൾ തന്നെ ഒരമ്മയുടെ മുലപ്പാൽ പോലും വലിച്ചു കുടിക്കുവാൻ കഴിവില്ലാത്ത ഒരു മകനായിട്ടാണ് ജനിച്ചത്. വളരെ കാഴ്ച കുറവായിരുന്നു, ബുദ്ധിയില്ലായിരുന്നു. ഞങ്ങൾ എൻ്റെ മകന് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് ലിക്വിഡ് പോലെ ആക്കിയിട്ട് അതെൻ്റെ മകൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അവനൊരു പിച്ച് കൊടുക്കും. അപ്പോൾ എൻ്റെ മകൻ കരയും. എൻ്റെ മകൻ കരയുമ്പോൾ എങ്ങനെയെങ്കിലും അത് കുടിച്ചിറക്കും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് എൻ്റെ മകന് 4 മാസം മുതൽ 1.25 വയസ്സ് വരെ ഞങ്ങളായിരുന്നത്. ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ബുദ്ധിയില്ലാതിരുന്ന എൻ്റെ മകന് കർത്താവ് ബുദ്ധി നൽകി. ഞങ്ങൾ ലിക്വിഡ് പോലെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന അവസ്ഥ മാറി ഞങ്ങൾ കുറുക്ക് രൂപത്തിൽ ഫുഡ് കൊടുക്കുവാൻ തുടങ്ങി. എൻ്റെ മകന് ഒരു ചെരുപ്പിട്ട് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ചെരുപ്പിടുമ്പോൾ അത് ഊരിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ മകൻ്റെ കാല് ആയിരുന്നത്. 5 വയസ്സ് വരെ യൂറിൻ കൺട്രോൾ ഇല്ലായിരുന്നു. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയെന്നാൽ വളരെ തളർന്നും തകർന്നും ഇരുന്നതായ എൻ്റെ അവസ്ഥയിൽ എൻ്റെ മകൻ ഇപ്രകാരം ഒരു രോഗാവസ്ഥ. ഞാൻ വളരെയധികം സ്നേഹിച്ച എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ഈ അവസ്ഥയിൽ ഞാൻ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ഭവനത്തിനടുത്തുള്ള ഒരു ആൻറ്റി അവരുടെ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. എന്നെ അവിടെ ആ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് വീക്കിൽ എന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോവുകയും 2-3 ദിവസം ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിനൊരാശ്വാസമുണ്ടായി. എന്നാൽ പിന്നെയും എനിക്ക് പോകണമെന്ന് തോന്നി. പിറ്റേ ദിവസം ഞാൻ കടന്നു ചെന്നപ്പോൾ എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഇതെന്താണ് ഇവർ പറയുന്നതായ ഈ ഭാഷ? ഇത് എങ്ങനെയാണ് ഇവർ പറയുന്നത്? ഇതുപോലെ പറയുവാൻ എനിക്കും കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നൊരു ആഗ്രഹം, അത് വാഞ്ചയായി എൻ്റെ ഉള്ളിൽ വരികയും എനിക്ക് വലിയൊരു ദൈവശക്തി ഞാൻ അനുഭവിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുവാൻ ഇടയാകുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായതായ ആ ആനന്ദം, വളരെ സന്തോഷം, ആനന്ദം, അത് ഈ ലോകത്ത് നമുക്ക് എന്ത് തന്നെ ലഭിച്ചാലും, എന്ത് നിറവോടെ നമ്മൾ ആയിരുന്നാലും നമുക്ക് ലഭിക്കാത്തതായ വലിയൊരു ആനന്ദമാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. അത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമായിരുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഭവനത്തിനടുത്ത് ഒരു ദൈവദാസൻ കടന്നു വന്ന് താമസിക്കുകയും എല്ലാ വർഷവും അവർ കൺവെൻഷൻ ക്രമീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കർത്തൃദാസൻ മൈക്കിലൂടെ പറയുന്നതായ അന്യഭാഷ ഞാൻ കാണാതെ പഠിക്കുകയും അത് എൻ്റെ ഭവനത്തിൽ എൻ്റെ ബന്ധുക്കൾ വരുമ്പോൾ അവരോടൊക്കെയും പറഞ്ഞ് ഞങ്ങൾ ഈ അന്യഭാഷയെ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ അന്യഭാഷയെ, അഭിഷേകത്തെ കളിയാക്കിയ എന്നെ ആ അന്യഭാഷ അടയാളത്തോടെ തന്നെ കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു അത്ഭുത സാക്ഷ്യം കർത്താവ് എനിക്ക് തന്നു. ആ നാൾ മുതൽ എൻ്റെ കർത്താവിനോട് കൂടുതൽ അടുക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരുവാൻ തുടങ്ങി. ബുദ്ധിയില്ലാതിരുന്ന എൻ്റെ മകന് കർത്താവ് ബുദ്ധി നൽകി. ആഹാരം ഞങ്ങൾ ലിക്വിഡ് പോലെ കൊടുത്തുകൊണ്ടിരുന്നതായ എൻ്റെ മകന് ഞങ്ങൾക്കത് കുറുക്ക് രൂപത്തിൽ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ മകൻ 3 വയസ്സുവരെ അവൻ ഒരു അക്ഷരമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് മാ എന്ന് പറയും, കാക്കയ്ക്ക് കാ എന്ന് പറയും. അങ്ങനെയുള്ള എൻ്റെ മകൻ ചെറുതായി സംസാരിച്ചു തുടങ്ങി. ആ നാളുകളിൽ കർത്തൃദാസൻ സഭയിൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി: അമ്മയ്ക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട്, അമ്മമാർക്ക് മക്കളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന്. അമ്മമാര് മക്കളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. അന്നു മുതൽ ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ മകൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, അങ്ങയുടെ ബുദ്ധിയിൽ എൻ്റെ കുഞ്ഞിനെ വളർത്തണം, അങ്ങയുടെ സ്വഭാവത്തിൽ എൻ്റെ കുഞ്ഞിനെ വളർത്തണം. എനിക്ക് ഈ കുഞ്ഞിനെ ബുദ്ധി ഉപദേശിച്ച് വളർത്തുവാനുള്ള പ്രാഗൽഭ്യം ഇല്ലപ്പാ, അങ്ങാൽ ഇവനെ വളർത്തണമേ എന്ന് പറഞ്ഞ്, അങ്ങയുടെ കൃപയാൽ ഇവനെ നിർത്തണമേ എന്നൊക്കെയും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ മകൻ സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ എൻ്റെ കുഞ്ഞിൻ്റെ നാവിൽ നിന്ന് കടന്നു വരുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് ആശ്ചര്യമായി തോന്നി.
5 വയസ്സുവരെ യൂറിൻ കൺട്രോൾ ഇല്ലാതിരുന്ന എൻ്റെ മകന് ഞങ്ങളൊരു ബന്ധു വീട്ടിൽ കടന്നു പോയപ്പോൾ അവിടെ വെച്ചൊരു നിന്ദയുടെ അനുഭവം ഉണ്ടാകുകയും പിന്നത്തേതിൽ അത് അറിയുകയും ചെയ്തപ്പോൾ ഞാനും എൻ്റെ കർത്തൃദാസിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരാഴ്ചയിൽ കർത്തൃദാസി ഞാനായിരിക്കുന്ന ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾ സഭാജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. മറ്റൊരാഴ്ചയിൽ കർത്തൃദാസിയുടെ ഭവനത്തിൽ കടന്നുപോയി ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ആഴ്ചയിൽ ആ ദിവസം കർത്തൃദാസി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമായിരുന്നു. എന്നാൽ ഈ നിന്നയുടെ അനുഭവം കർത്തൃദാസിയുമായി ഷെയർ ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കൈകോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അന്ന് കർത്തൃദാസി എൻ്റെ മകനോട് പറഞ്ഞു, മോനെ ഇന്നു മുതൽ ചൂച്ചു ഒഴിക്കുമ്പോൾ പറയണം കേട്ടോ, ചൂച്ചു എന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൃപയാൽ 5 വയസ്സുവരെ യൂറിൻ കൺട്രോൾ ഇല്ലാതിരുന്ന എൻ്റെ മകന് 5 വയസ്സു മുതൽ കർത്താവ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പറയുവാൻ ഒരു കൃപ കർത്താവ് കൊടുത്തു. ആ സമയത്ത് ഞങ്ങളുടെ സഭയിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയുണ്ടായി. ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും 7 ദിവസം പൂർണ്ണമായി ഉപവസിക്കുവാൻ കർത്താവ് കൃപ തന്നു. ആ സമയത്ത് എനിക്ക് യൂട്രസിൽ ക്യാൻസറിൻ്റെതായ ഒരു ആരംഭമുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തതല്ല. എൻ്റെ മകനെ ചികിത്സിക്കാൻ വന്നതായ വൈദ്യൻ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടിൽ ചില അടയാളങ്ങളൊക്കെയും ചോദിച്ചു. അങ്ങനെ ഞാനത് പറഞ്ഞു കൊടുത്തപ്പോൾ വൈദ്യം പറഞ്ഞു, ഇത് യൂട്രസിൽ ക്യാൻസറിൻ്റെ ആരംഭമാണ്, സാരമില്ല അങ്കിൾ, ഒരു ലേഹ്യം തരാം, അത് കഴിക്കുമ്പോൾ മാറുമെന്ന് പറഞ്ഞു. എന്നാൽ ആ ചെറിയ പ്രായത്തിൽ ഇന്ന് കഴിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ ആ ലേഹ്യം കഴിക്കുകയില്ലായിരുന്നു. പിന്നെയും പിറ്റേ മാസം എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൽ നിന്നൊരല്പം കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്തൃദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഈ ശരീരത്തിൽ ക്യാൻസർ ഇട്ട് വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരമേ വിട്ടുപോയെന്ന് പറഞ്ഞ് ശാസിക്കുകയുണ്ടായി. അന്ന് തന്നെ കർത്താവ് ആ രോഗത്തിന് എനിക്ക് സൗഖ്യം തന്നു. ഇതുവരെയും ആ രോഗസൗഖ്യത്തോടെ തന്നെ ഞാൻ ആയിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് ആ രോഗത്തിനും എനിക്ക് സൗഖ്യം തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ യേശു കർത്താവ് രോഗസൗഖ്യം തരുന്ന ദൈവമാണെന്ന്. അന്നു മുതൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 4.5 വയസ്സുവരെ ഞങ്ങൾ കുറുക്ക് പോലെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞിന് 4.5 വയസ്സ് മുതൽ അവന് സാധാരണ എല്ലാ വ്യക്തികളും കഴിക്കുന്നത് പോലെ അവൻ ആഹാരം കഴിച്ചു തുടങ്ങി. എൻ്റെ മകന് 3 വയസ്സ് മുതൽ ഫിറ്റ്സ് എന്ന രോഗമുണ്ടായിരുന്നു. ആഴ്ചയിൽ 3-4 ദിവസം ഫിറ്റ്സ് വരും. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ICUവിൽ മോനെ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നതായ അനുഭവമായിരുന്നു വർഷങ്ങളോളം. ഞങ്ങൾ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുകയും ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാരണം ഞങ്ങൾ ട്രിവാൻഡ്രം ഗോകുലം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ തന്നതായ മെഡിസിൻ മോന് കൊടുത്തിട്ട് മോൻ യൂറിൻ പാസ് ചെയ്ത് ആ യൂറിൻ നനയുന്നതായ ബെഡ്ഷീറ്റിൻ്റെ അത്രയും ഭാഗങ്ങൾ ദ്രവിച്ചു പോകുവാനിടയായി. അങ്ങനെ ചില ബെഡ്ഷീറ്റുകൾ ദ്രവിച്ചു പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഭാരമുണ്ടായി. ഞാൻ എൻ്റെ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മകന് സൗഖ്യം കൊടുക്കണം, അങ്ങാലുള്ള സൗഖ്യത്തിൽ എൻ്റെ കുഞ്ഞിനെ നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ മെഡിസിൻ മാറ്റുവാനിടയായി. എന്നാൽ ഡോക്ടേഴ്സൊക്കെയും എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഈ മെഡിസിൻ നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ 12 വയസ്സാകുമ്പോൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ 13ാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞിന് ഞാൻ 13ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോൾ ഞാനൊരു സ്തോത്ര പ്രാർത്ഥന വെച്ച് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. എൻ്റെ മകൻ 2.25 വയസ്സുവരെ അവൻ കൈകാലുകൾ അനക്കുക മാത്രം ചെയ്യുന്നൊരു മകനായിരുന്നു. 2.25 വയസ്സായപ്പോൾ ഞങ്ങളുടെ ആലയത്തിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വയ്ക്കുകയും ഞാൻ 21 ദിവസം പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുവാനും ഇടയായി. 2.25 വയസ്സുവരെ കൈകൾ അനക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മകൻ 17ാമത്തെ ദിവസം കൈ ഉയർത്തി എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് കൊടുക്കുകയും അന്നു മുതൽ കയ്യിൽ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുവാനും തുടങ്ങി. ഫിറ്റ്സ് എന്ന രോഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മകൻ ഒരു ദിവസം ഫിറ്റ്സ് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ ആലയത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അന്ന് എൻ്റെ മകൻ പറഞ്ഞു, എനിക്കും ഉപവസിക്കണമെന്ന് പറഞ്ഞ്
പറഞ്ഞ് മോൻ തന്നെ നിർബന്ധിച്ച് ഉപവസിക്കുവാൻ തുടങ്ങി. അന്ന് ആ ഉപവാസ പ്രാർത്ഥനയിലാണ് അതുവരെയും എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തതായ വലിയ ദൈവശബ്ദങ്ങൾ, ദൈവാലോചനകൾ കർത്താവ് എന്നെ കേൾപ്പിച്ചു. അന്നു മുതൽ അതുവരെയും എൻ്റെ കുഞ്ഞിനെ എൻ്റെ മകൻ എന്നുള്ള നിലയിൽ ഞാൻ അവനെ പരിപാലിച്ചു, സ്നേഹിച്ചു. എന്നാൽ ആ ദൈവശബ്ദം കേട്ട നാളു മുതൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പരിപാലിച്ചത് വലിയൊരു അഭിഷക്തനെ കർത്താവ് പരിപാലിക്കുവാൻ വലിയൊരു അഭിഷക്തനെ കർത്താവ് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ആ അഭിഷക്തനെ പത്യോപദേശത്തിലും നന്നായി തന്നെ വളർത്തണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുവാൻ തുടങ്ങി. എൻ്റെ മകൻ ഏകദേശം 7 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ മകനും എന്നോട് ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ആ നാളുകളിലൊക്കെയും കടന്നു വരുന്ന കർത്തൃദാസന്മാർ ഞങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയുന്നത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവരാണ്, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. ഞങ്ങൾക്കും ഞങ്ങളുടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വളരെ ആഗ്രഹമായിരുന്നു. ആ സമയത്ത് എൻ്റെ തറവാട് വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ ദേശത്തൊരു ഭവനത്തിൽ കുറച്ച് യൗവനക്കാർ കൂടിയിരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായ അനുഭവമുണ്ടായിരുന്നു. ആ ഭവനത്തിലെ സഹോദരി വളരെ കണ്ണുനീരോടെ എനിക്ക് അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറയുകയും ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അവർ കണ്ടിന്യൂ ചെയ്യുകയും കർത്താവിൻ്റെ കൃപയാൽ അവർ ഇന്നെല്ലാവരും കുടുംബമായി സന്തോഷത്തോടെ ആയിരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഞാൻ എൻ്റെ ദേശത്ത് ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ തന്നെ അനവധി രോഗാവസ്ഥകൾ എൻ്റെ ശരീരത്തിൽ കടന്നു വന്നു. ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ, ശാരീരികമായി ഒത്തിരി വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെയും കടന്നു വന്നു. എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗങ്ങൾ എന്നെ വിട്ടു മാറുന്നതായ അത്ഭുതകരമായ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാൻ ഇടയായി. പിന്നെയും എൻ്റെ യൂട്രസിൽ ചില വിഷയങ്ങൾ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു 5 മാസത്തിനകം 5 മാസത്തിനകം മറ്റൊരവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ എൻ്റെ പപ്പ എന്നെയും എൻ്റെ മകനെയും നന്നായി പൊന്നുപോലെ നോക്കുന്ന എൻ്റെ പപ്പയാണ്. എൻ്റെ പപ്പയെ ഹോസ്പിറ്റലിൽ നടത്തിച്ച് ബുദ്ധിമുട്ടിക്കണമല്ലോ എന്നുള്ള സങ്കടത്തിൽ ഞാൻ 7 ദിവസം ഉച്ചവരെ ഞാൻ ഉപവസിക്കുവാനിടയായി. ഞാൻ വലിയ ഉപവാസം ഒന്നുമല്ല ഞാൻ ചെയ്തത്. എന്നാൽ ആശ്രയിക്കുന്നവരോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു കർത്താവാണ് എൻ്റെ ദൈവമെന്ന് പിന്നെയും കർത്താവ് എനിക്കൊരു സാക്ഷ്യം തന്നു. ആ 7 ദിവസം ഞാൻ ഉപവസിച്ചപ്പോൾ തന്നെ ആ ഡോക്ടർ പറഞ്ഞതായ ആ യൂട്രസിൻ്റെതായ പ്രശ്നം പൂർണ്ണമായി കർത്താവ് എനിക്ക് മാറ്റി തന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായതിനാൽ ഞാൻ ഏറ്റവും കുറഞ്ഞൊരു 3000 രൂപയ്ക്ക് ഒരു വീട് കിട്ടുമോ എന്ന് ഞാനിങ്ങനെ ഒത്തിരി അന്വേഷിച്ചു. എന്നാൽ അന്വേഷിച്ചപ്പോഴൊന്നും ആ ഒരു എമൗണ്ടിന് കിട്ടുന്ന വീട്ടിൽ പോകാനുള്ള വഴി സൗകര്യമൊക്കെ കുറവായിരുന്നു. എനിക്ക് ഇപ്രകാരമുള്ള കിടപ്പ് രോഗിയായ ഒരു മകനായതുകൊണ്ട് എനിക്ക് ഒരു ഓട്ടോ എങ്കിലും വീടിനടുത്ത് പോകുന്ന ഒരു വീട് മാത്രമേ എടുക്കുവാൻ കഴിയുള്ളായിരുന്നു. അങ്ങനെ ഒരു വീട് പോയി നോക്കി, 6000 രൂപ വാടക. എന്നാൽ ആ ഭവനത്തിനകത്ത് ഞാൻ കയറിയപ്പോൾ വലിയൊരു ഹാൾ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്കിവിടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് പക്ഷേ 6000 രൂപ വാടക അത് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം എനിക്കില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മുൻകാലത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു ഉപകാരം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ 600 രൂപ എൻ്റെ പേഴ്സിൽ കർത്താവ് നേരിട്ട് എനിക്ക് വെച്ച് തന്നതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എൻ്റെ തറവാട്ടിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ പ്രെയർ കഴിയുമ്പോൾ ഞാൻ ഒരു ചായയും സ്നാക്സും കൊടുക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഒരാഴ്ചയിൽ അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. എന്നാൽ നന്നായിട്ട് ഞാൻ നോക്കിയ പേഴ്സാണ്. എന്നാൽ കർത്താവ് പിന്നെയും പറഞ്ഞു ഒന്നുകൂടെ നോക്കാൻ. ഞാൻ ആ തോന്നൽ വന്നപ്പോൾ ഞാൻ പിന്നെയും ആ പേഴ്സ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ 600 നോട്ട് കർത്താവ് കൊടുത്താൽ ഏറ്റവും നല്ലതേ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു സാക്ഷ്യവും കർത്താവ് എനിക്ക് തന്നു. കാരണം ആ 600 നോട്ട് നല്ല തിളങ്ങുന്ന പുതിയതായ നോട്ടുകളായിരുന്നു. അപ്പോൾ ഈ അനുഭവം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അവിടെ ആ മുറ്റത്ത് നിന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു.
കർത്താവെ 600 രൂപ നേരിട്ട് എൻ്റെ പേഴ്സിൽ എനിക്ക് എൻ്റെ പേഴ്സിൽ വെച്ച് തന്ന എൻ്റെ കർത്താവ് 6000 രൂപയ്ക്ക് വിശ്വസ്തനെന്ന് ഞാൻ അറിയുന്നപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ആ ഭവനത്തിൽ അഡ്വാൻസ് കൊടുക്കുകയും ആ ഭവനത്തിൽ കയറി താമസിക്കുകയും ചെയ്തു. എന്നാൽ ആ ഭവനത്തിൽ ഞാൻ ആ ഭവനത്തിൽ താമസിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ ആ ഭവനത്തിൽ താമസിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ കർത്താവ് ഇപ്രകാരം സംസാരിച്ചു. എലിയാവിന് കെരീത്തിൽ കാക്കയുടെ വരവ് നിന്നപ്പോൾ സാരഭാത്തിലെ വിധവയുടെ അടുക്കൽ വഴി തുറന്നതുപോലെയുള്ള അനുഭവത്തിലൂടെ നിന്നെ ഇവിടെ നടത്തുമെന്ന്. അതേ അനുഭവത്തിലൂടെ തന്നെ സ്വർഗത്തിലെ ദൈവം ആ ഭവനത്തിൽ എന്നെ നടത്തി. ആ ഭവനത്തിലായിരുന്നപ്പോൾ അനേകം കുഞ്ഞുങ്ങളോട് രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് പറയുവാനും ബൈബിൾ അയച്ചു കൊടുക്കുവാനും കൗൺസിലിംഗ് ചെയ്യുവാനും ഒക്കെയും ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ഭവനത്തിനടുത്തുള്ള ചിലരോട് രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് പറയുവാനും അവർക്കൊക്കെയും ആത്മീയ വർധനവ് വരുത്തുവാനും ഒക്കെയും കർത്താവ് എന്നെ ഉപയോഗിച്ചു. ആരെയും ഞാൻ ഉപദേശിക്കാറില്ല. കർത്താവ് എന്നെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ ഞാൻ പലരുമായും ഷെയർ ചെയ്യും. അവരോടത് പറയുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ ആയിത്തീരണമെന്ന് പറഞ്ഞ് അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ ആയിത്തീരുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരുന്നതിനായി കർത്താവ് സഹായിക്കും. എൻ്റെ കർത്താവ് ആദ്യമായി എന്നെ പഠിപ്പിച്ചത് സ്നേഹത്തെക്കുറിച്ചാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വചനങ്ങൾ കർത്താവ് എന്നോട് സംസാരിച്ചു. നീ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും ദീർഘമായി ക്ഷമിക്കണം, എല്ലാവരോടും ദയ കാണിക്കണം എന്നൊക്കെയും കർത്താവ് എന്നോട് സംസാരിച്ചു. അന്നു മുതൽ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും തുടങ്ങി. അത് കഴിഞ്ഞ് കർത്താവ് എന്നോട് സംസാരിച്ചു, ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കണമെന്ന്. ഒരുവൻ തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധത്താൽ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമെന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു. അന്നു മുതൽ എന്തൊക്കെ ഉപദ്രവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അതൊന്നും കണ്ടില്ല എന്നും അതൊന്നും അറിയുന്നില്ല എന്നുമുള്ളൊരു ഭാവത്തിൽ തന്നെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. എന്തൊക്കെ ഉപദ്രവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു ഭിത്തിയിലേക്ക് ഒരു ബോൾ എടുത്തെറിയുന്നത് പോലെ എന്നിലത് ഏൽക്കാതെ വണ്ണം അത് മടങ്ങിപ്പോകുന്നതായ അനുഭവങ്ങളും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. ഇനിയും കർത്താവ് എന്നെ പഠിപ്പിച്ചു, നീ ശത്രുവിനെ സ്നേഹിക്കണമെന്നും നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്നും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. എന്നാൽ ഞാൻ അതുവരെയും ചിന്തിച്ചിരുന്നത് ഞാൻ ശത്രുവിനെ സ്നേഹിക്കുന്നവളാണ്, എന്നോട് ആരെന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഞാൻ ആരോടും പ്രതികരിക്കുന്നില്ല, ഞാൻ ആരോടും ചോദിക്കുന്നില്ല, അപ്പോൾ ഞാൻ ശത്രുവിനെ സ്നേഹിക്കുന്നവളാണെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ ഞാൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഒരു നന്മ വരും, അങ്ങനെ വേണ്ട എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുന്നൊരു മാനസിക അവസ്ഥയിൽ അല്ല എന്നെനിക്ക് മനസ്സിലായി. അന്നു മുതൽ എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവെ എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുവാനും എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിൽ ദൈവം ഒരു കൃപ എനിക്ക് തന്നു. എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെയും നല്ല മനസ്സോടെ നല്ല മനസ്സാക്ഷിയോടെ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. കാരണം കർത്താവ് എൻ്റെ 48-ാമത്തെ വചനത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവ് സൽഗുണപൂർണനാകയാൽ നമ്മളും പൂർണ്ണരായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ വചനപ്രകാരം തന്നെ ആയിരിക്കാൻ പിന്നെയും കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഞാൻ അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എൻ്റെ നാവിനെ ഒരു അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇടയായി. അനേകം എന്നോട് സംസാരിക്കുന്നതായ സഹോദരങ്ങളുടെ ഹൃദയത്തിനൊരാശ്വാസം പകരുവാനും ആത്മീയ വർധനവ് ഉണ്ടാകുവാനൊക്കെയും കർത്താവ് എന്നെ ഉപയോഗിച്ചു തുടങ്ങി. അതുമാത്രമല്ല, ഒരു നിഷ്കളങ്കമായൊരു ഹൃദയം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. എന്നോട് ഇടപെടുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളുടെ നിഷ്കളങ്കതയാണ് കൂടുതൽ ഞങ്ങൾ മോളെ സ്നേഹിക്കുവാൻ ഇടയാകുന്നതെന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട്. അനേകം സഹോദരങ്ങളോട് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അവരുമായി ഷെയർ ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും അവർ കണ്ണുനീരോടെ എനിക്കും അങ്ങനെ ആയിത്തീരണം ചേച്ചി, എന്നിലുള്ള ആ കുറവ് എനിക്ക് മാറ്റണം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവർ ദൈവസന്നിധിയിൽ തന്നെത്താനെ താഴ്ത്തി ഏൽപ്പിക്കുന്നതായ ചില അനുഭവങ്ങളൊക്കെയും കാണുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി. മുൻപൊക്കെയും ഞാൻ പലരുടെയും മുന്നിൽ ഞാൻ മൗനമായി ഇരിക്കുന്നു.
ചിന്തിക്കുന്നത് കർത്താവ് പ്രതികാരം ചെയ്തോട്ടെ, പ്രതിഫലം യഹോവയ്ക്കുള്ളതാണ് എന്നുള്ളതായ ഒരു മനോഭാവത്തിലായിരുന്നു. എന്നാൽ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് എന്നോട് സംസാരിച്ച നാളു മുതൽ ഞാൻ എല്ലാവരോടും മൗനമായി ഇരിക്കുന്നത്, ഞാൻ പലപ്പോഴും മൗനമായി ഇരിക്കുന്നത്, ഞാൻ കർത്താവെ എന്നോട് അവർ ചെയ്യുന്നതായ ഈ പ്രവൃത്തി മുഖേന അവർക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകരുതേ അപ്പാ, ഇവരാരും നിത്യ നരകത്തിലേക്ക് പോകരുതേ അപ്പാ എന്നുള്ള പ്രാർത്ഥനയോടെയാണ്. ബുദ്ധിയില്ലാതിരുന്ന, ഒരക്ഷരം മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന, ഒരു ആഹാരം പോലും കഴിക്കുവാൻ കഴിവില്ലാതിരുന്ന എൻ്റെ മകനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണമായി എൻ്റെ കർത്താവിൽ ആശ്രയം വെച്ചപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ മകനെ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ കർത്താവിന് വേണ്ടി അവനെ ഉപയോഗിക്കുവാൻ തുടങ്ങി. അവൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ഫോണിലൂടെ പ്രാർത്ഥിച്ച് ദൈവാലോചനകൾ വിളിച്ചു പറയുവാനും, ഫോണിലൂടെ എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുവാനും, വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാനും, ഫോണിലൂടെ രോഗികൾക്ക് എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുവാനും വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുവാനും ഒക്കെയും കർത്താവ് കൃപ നൽകി. എൻ്റെ മകൻ സ്നാനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അവൻ സ്നാനപ്പെടുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിനെ ടാങ്കിൽ സ്നാനപ്പെടുത്തരുത്, എൻ്റെ കുഞ്ഞിനെ കുളത്തിലോ ഏതെങ്കിലും പുഴയിലോ സ്നാനപ്പെടുത്തണമെന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ സഹോദരൻ്റെ സഭയിൽ സ്നാനം നടക്കുകയും അവിടെ വെള്ളയണി കായലിൽ എബി എബ്രഹാം പാസ്റ്ററുടെ കൈക്കീഴിൽ എൻ്റെ മകനെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഒരു ഭാഗ്യം ഒരുക്കി. എന്നാൽ എൻ്റെ മകൻ്റെ സ്നാന സമയത്ത് പാസ്റ്റർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നന്നായി മറുപടി പറയുന്നത് കേട്ടപ്പോൾ കരയിൽ നിന്നിട്ട് എല്ലാവരും കണ്ണുനീരോടെയാണ് എല്ലാവരും സ്തോത്രം പറഞ്ഞത്. അത്രയ്ക്കൊരു അനുഗ്രഹിക്കപ്പെട്ട സ്നാന ശുശ്രൂഷയാണ് എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ മകന് നൽകിയത്. എന്നാൽ അന്നത്തെ മീറ്റിങ്ങിൽ കർത്തൃദാസൻ എബി എബ്രഹാം പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒരുപാട് സ്നാന ശുശ്രൂഷകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, എന്നാൽ സ്വർഗം സന്തോഷിക്കുന്ന അതിമഹത്തായ വലിയൊരു സ്നാന ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് ഇന്നാണെന്ന് പറയുവാൻ ഇടയായി. ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ മകൻ വളരെ പ്രത്യാശയുള്ളതായ ഒരു ഗാനത്തിന്റെ ചില വരികൾ എന്നോട് പറഞ്ഞു തരികയും ഞാനത് എഴുതിയെടുക്കുകയും വളരെ പ്രത്യാശ നിറഞ്ഞതായ ഒരു ഗാനം അത് പുറത്തു വരികയും ഇടയായി. ആ ഗാനം പാരഡൈസ് ഡിജിറ്റൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലും ഇപ്പോൾ സിസ്റ്റർ കവിത PV എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുമുണ്ട്. എല്ലാവരും അത് കാണണമേ. ഇങ്ങനെ ഞങ്ങൾ ആ ഭവനത്തിലായിരുന്നപ്പോൾ എൻ്റെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ട് 3.5 വർഷമായി. ആ സമയത്തൊക്കെയും ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരികയും എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് അതിൽ നിന്നൊക്കെയും ഞങ്ങളെ പരിപാലിച്ചു, ഇന്നുവരെയും ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കർത്തൃദാസൻ കടന്നു വരികയും ഞങ്ങൾ അവിടെ സഭാരാധന തുടങ്ങുകയും എല്ലാ ആഴ്ചയിലും സഭാരാധന തുടങ്ങുകയും ഞങ്ങൾ മുറ്റത്തെ കൺവെൻഷൻ വയ്ക്കുകയും ആ ദേശത്തൊക്കെയും ട്രാക്റ്റ് കൊടുക്കുകയൊക്കെയും ചെയ്ത് അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു സുഖമില്ലാത്തൊരവസ്ഥയുണ്ടായി. എൻ്റെ ശരീരത്തിൽ പനിയുടേതായ വളരെ ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ ടെമ്പറേച്ചർ ഇല്ല, പനിയുടേതായ ഭയങ്കര ബുദ്ധിമുട്ട് ശരീരത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ലിവറിനടുത്തായിട്ട് ഒരു സിസ്റ്റ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും പല സ്കാനിങ്ങുകൾ ചെയ്തു. അതിൽ എൻ്റെ ലിവറിനടുത്തായിട്ട് ഒരു മുഴയുണ്ട്, അത് വേഗത്തിൽ സർജറി ചെയ്യണം, ഇല്ല എങ്കിൽ അത് ക്യാൻസറായി മാറുമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തി, ഇത് നിന്നെ ലജ്ജിപ്പിക്കുവാനാണ്, ഒരിക്കലും നിന്നെ സർജറിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന് എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു. കർത്താവിൻ്റെ വാക്കിൽ ഞാൻ ധൈര്യപ്പെട്ടു. എന്നെ കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് മാസം 20-ാം തീയതി സർജറിയൊക്കെ ഫിക്സ് ചെയ്തു. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. 18-ാം തീയതി എനിക്കൊരു ചുമ വരികയും അവിടെയും ശത്രു എന്നെ തകർക്കുവാൻ നോക്കി. ഹൗസ് സർജൻ ചെയ്യുന്നതായ ഡോക്ടേഴ്സ് പറഞ്ഞു, ചുമയുള്ള കാര്യം ഡോക്ടറോട് പറയരുതെന്ന് പറഞ്ഞു. എന്നാൽ റൗണ്ട്സിന് ഡോക്ടർ കടന്നു വന്നപ്പോൾ ഞാൻ ചുമയ്ക്കുകയും എൻ്റെ ചുമ കണ്ടിട്ട് എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് എൻ്റെ ഭവനത്തിൽ ഞാൻ കടന്നു വന്നു. പിന്നെയും എനിക്ക് വളരെ ശാരീരികമാവുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം CA 99 എന്ന് പറഞ്ഞിട്ട് ഒരു
ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് 36 നമുക്ക് നോർമൽ പാടുള്ളൂ. ഡോക്ടർ പറഞ്ഞു അത് ടെസ്റ്റ് ചെയ്തിട്ട് 100-ൽ കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ കൊണ്ടുവന്ന് റിസൾട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് നോക്കിയപ്പോൾ 197 ആയിരുന്നു. പിന്നെയും അത് നോക്കിയപ്പോൾ 315 എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ തന്നെ ആ കൗണ്ട് കുറയുന്നതിന് കർത്താവ് സഹായിച്ചു. ഓരോ ആഴ്ചയിലും ഞാൻ നോക്കുമ്പോൾ കൗണ്ട് കുറഞ്ഞു വന്നു. 60 വരെ ഞാൻ നോക്കി, പിന്നത്തേൽ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ എനിക്ക് വല്ലാതെ ക്ഷീണിച്ച് അവശയായിരിക്കുന്ന സമയങ്ങളിൽ കർത്തദാസൻ കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ചില വചനങ്ങളൊക്കെയും കർത്താവ് വെളിപ്പെടുത്തും. ആ വചനം കർത്താവ് ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അപ്പോഴായിരിക്കുന്നതായ ആ ബുദ്ധിമുട്ടിൽ നിന്ന് സ്വർഗം എനിക്ക് സൗഖ്യം തരികയും ചെയ്യുമായിരുന്നു. ഈ മുഴ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോമിയോ മെഡിസിൻ നോക്കിയാൽ കൊള്ളാമെന്ന് വീട്ടുകാർ പറയുകയും അങ്ങനെ ഒരു ജർമ്മൻ ഹോമിയോ മെഡിസിൻ നോക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിച്ചപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ കുഞ്ഞിനെ പോലും ഒന്ന് നോക്കുവാൻ കഴിയാതെ വണ്ണം വളരെ ഞാൻ അവശയായിത്തീരുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി. ആ സമയത്ത് തന്നെ എൻ്റെ മാതാവ് രോഗിയായി തീർന്നു. എൻ്റെ മകന് പെട്ടെന്ന് വലിയൊരു സർജറിയൊക്കെയും ചെയ്യുവാനുള്ളതായ അവസ്ഥകളുണ്ടായി. ആ സർജറി ചെയ്യുന്ന അവസ്ഥയിൽ 4 ദിവസം വരെ വെന്റിലേറ്ററിൽ എൻ്റെ മകൻ ഒരു ഓർമ്മയില്ലാതെ കിടക്കുകയായിരുന്നു. ഡോക്ടർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ സെഡേഷൻ്റെ മരുന്നൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ അവൻ്റെ ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. വളരെ വേദനിച്ചു ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനിടയായി. രാത്രിയുടെ യാമത്തിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ആ ഹോസ്പിറ്റൽ ലിഫ്റ്റിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഭാഗ്യം തന്നു. അങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കോട്ടയത്ത് നിന്നുള്ളൊരു കർത്തൃദാസൻ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ, മകൻ്റെ അടുത്ത് നിന്ന് ഒരു മരണദൂതൻ ഒഴിഞ്ഞു പോകുന്നതായ അനുഭവം കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോനെ ഈ സർജറി മോന് ആവശ്യമാണ് എന്നും പറഞ്ഞു. അതുപോലെ തന്നെ മകനെ സർജറിക്കായി കൊണ്ടുപോയപ്പോൾ വളരെ നോർമലായി ഞങ്ങളെ ഒന്ന് നോക്കുന്നൊരനുഭവം ഞങ്ങളെ ഒന്ന് നോക്കി. അത് ഞങ്ങൾക്ക് വളരെ മനസ്സിന് ആശ്വാസമായിരുന്നു. അവിടെ വെച്ച് ദൈവസന്നിധിയിൽ ഞാനൊരു തീരുമാനത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പൈതലുമായി ഇവിടുന്ന് സൗഖ്യത്തോടെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഭവനത്തിൽ വേഗത്തിലൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ ക്രമീകരിക്കും, കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമെന്ന്. എന്നാൽ അതുപോലെ തന്നെ എൻ്റെ മകനുമായി ഞങ്ങൾ ഭവനത്തിൽ പോയിട്ട് വേഗത്തിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയുണ്ടായി. ആ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചപ്പോൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, കർത്തൃദാസന്മാരും കൂട്ടുവിശ്വാസികളൊക്കെ കടന്നു വരും, അവരെ എനിക്ക് നന്നായി എനിക്ക് അവരെ നോക്കണം. എനിക്ക് എൻ്റെ ശാരീരിക അവസ്ഥ വളരെ ബലഹീനമാണ്, എനിക്കൊന്നിനും കഴിയാത്ത അവസ്ഥയാണ്, എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ തലേ ദിവസം വളരെ അവശയായിരുന്ന എനിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. അന്നു മുതൽ പിന്നെയും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. പെട്ടെന്ന് എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മയും കൂടെ ഈ ലോകത്ത് ഇത് മാറ്റപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ മകനും ഞങ്ങൾ അനാഥരായ ഒരവസ്ഥയായി. കാരണം അമ്മയും പപ്പയും പൊതിഞ്ഞു പിടിച്ചുള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല, വല്ലാതെ ഭാരപ്പെട്ടു, വല്ലാതെ കരഞ്ഞു, കർത്താവേ, കാരണം ജീവിതത്തിൽ പലവിധമാവുന്ന ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഒത്തിരി വേദനകൾ, രോഗാവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അനാഥത്വം എന്തെന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. എന്നാൽ കർത്താവെ, ഈ അനാഥത്വത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വല്ലാതെ കർത്താവിനോട് കരഞ്ഞു. എന്നാൽ എൻ്റെ സ്വർഗീയ പിതാവ് എന്നോട് സംസാരിച്ചു, നീ അനാഥയായി പോകണമോ വേണ്ടയോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന്. എന്നാൽ ആ കർത്താവിൻ്റെ ആ ദൈവശബ്ദം കേട്ട നാളു മുതൽ വല്ലാത്തൊരു ധൈര്യത്തോടെ സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. എൻ്റെ പപ്പ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു ആത്മധൈര്യത്തോടെ ഞാൻ ആയിരിക്കുന്നു. ഞാൻ ഒന്നിനും കഴിവുള്ളവളല്ല. ഞാൻ വളരെ ശാരീരികമായും മാനസികമായൊക്കെ ഞാൻ ബലഹീനതകൾ എനിക്ക് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ വിദ്യാഭ്യാസത്തിൽ ഒന്നും വലിയവളല്ല. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം തനിയെ ജീവിക്കുവാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ
അതുപോലെ ഞാൻ പല കുഞ്ഞുങ്ങളോടും ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോഴൊക്കെയും എന്നേക്കാൾ ഒത്തിരി വിദ്യാഭ്യാസ യോഗ്യതകളും കഴിവുമൊക്കെയുമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ചേച്ചി ഒരു കാട് വെട്ടിത്തെളിച്ചതുപോലെയുള്ള ഒരു അനുഭവം ആണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതൊക്കെയും എന്നൊക്കെയും അവർ പറയുകയും, ചിലർ പറയും ചേച്ചി ഒരു ആരാധന കഴിഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയും. ഇതൊക്കെയും കേൾക്കുമ്പോൾ എനിക്ക് ഒന്ന് മാത്രമാണ് മനസ്സിലാകുന്നത്, എൻ്റെ സ്വർഗത്തിലെ പിതാവിനോട് കൂടെ ഞാൻ ചേർന്ന് നിന്ന് എൻ്റെ ഏത് പ്രതിസന്ധി വന്നപ്പോഴും എൻ്റെ വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചതായ വചനങ്ങളെ ഞാൻ അനുസരിക്കുകയും, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ വചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അനുസരിക്കാൻ കഴിയുകയില്ലെന്ന്. എന്നാൽ എൻ്റെ ജീവിത അനുഭവം അങ്ങനെ അല്ല എന്നെ പഠിപ്പിച്ചത്. നമുക്ക് വേണ്ടിയിട്ടുള്ള എന്താണോ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്താണോ അത് നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ നമുക്ക് പഠിപ്പിച്ചു തരും. അതുപോലെ അനുസരിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ കർത്താവ് തന്നെ നമ്മളെ കരം പിടിച്ച് നേരിട്ട് നമ്മളെ നടത്തുന്നതായ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലായിരിക്കുന്നതായ രോഗാവസ്ഥകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം അത് നമുക്ക് മാത്രമല്ല, അത് അനേകർക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ്, അനേകർക്കും കൂടെ പ്രയോജനപ്പെടുന്നതാണ് എന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആലയത്തിൽ കടന്നു പോകുമ്പോൾ കൈയടിക്കുന്നതും അന്യഭാഷ പറയുന്നതുമാണ് പെന്തക്കോസ്ത് അനുഭവമെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചത് അത് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവ് പറയുന്ന വാക്കുകളെ അനുസരിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അതാണ് ശരിക്കും പെന്തക്കോസ്ത് അനുഭവം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കൂടെ നമ്മളൊരു പെന്തക്കോസ്ത് അനുഭവം ഉള്ളവരായി തന്നെ ആയിരിക്കണമെന്ന് കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്നെ പഠിപ്പിക്കുന്നതായ ഓരോ കാര്യങ്ങളും മറ്റുള്ള സഹോദരങ്ങളോടും കൂടെ പകർന്നു കൊടുക്കാനും കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ഒരു സെർബ്രൽ പാൾസി എന്ന രോഗബാധിതനായ ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ഞാൻ കടന്നു പോയപ്പോൾ കർത്താവ് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലത്തെ രോഗാവസ്ഥയിലൂടെ പോകുന്ന അനേകം കുഞ്ഞുങ്ങളുടെ അമ്മമാർ എന്നെ ഫോൺ ചെയ്യുവാനും ആ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരിലും ചില മാറ്റങ്ങൾ കാണുന്നു എന്ന് കേൾപ്പാനൊക്കെയും സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറയും, കർത്താവേ വയ്യപ്പ, എന്നെ കൊണ്ട് ഇനി പറ്റുന്നില്ലപ്പാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലപ്പാ എന്ന് ഞാൻ പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയാറുണ്ട്. എന്നാൽ കർത്താവ് എന്നോട് സംസാരിച്ചത്, നീ കാലാളുകളോട് കൂടെ ഓടിയിട്ട് തോറ്റുപോയാൽ നീ കുതിരകളോട് എങ്ങനെ മത്സരിച്ചു ഓടും? നീ സമാധാനമുള്ള ദേശത്ത് നിർഭയമായി വസിച്ചാൽ നീ യോർദാന്റെ വൻ കാടിൽ നീ എന്തു ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആഹാബിന്റെ കുതിരരഥത്തിന് മുന്നമേ ഓടിയ ഏലിയാവിന്റെ ശക്തി നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ ചില കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നുപോയി അതിനെയൊക്കെയും ജയിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. യോസേഫിന്റെ അനുഭവങ്ങളൊക്കെയും കർത്താവ് എന്നോട് സംസാരിച്ചു. തനിക്ക് കർത്താവ് കൊടുത്തതായ ഒരു ദർശനം മുഖേന തൻ്റെ സഹോദരങ്ങളോട് താൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും തൻ്റെ സഹോദരങ്ങളോട് താൻ ചെയ്തിട്ടില്ല. എന്നാൽ തനിക്ക് കർത്താവ് കൊടുത്തതായ ദർശനം മുഖേന അവർക്ക് അസൂയ ഉണ്ടായിട്ട് യോസേഫിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞതായ അനുഭവം, അവിടെ നിന്ന് അടിമച്ചന്തയിൽ വിറ്റതായ അനുഭവം, അവിടെ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിൽ അപമാനിക്കപ്പെട്ടതായ, അപവാദം കേട്ടതായ അനുഭവം, എന്നാൽ അവിടെ നിന്ന് പിന്നെയും ഈ ദർശനമുള്ളവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതായ അനുഭവം, ഈ അനുഭവത്തിലൂടെയൊക്കെയും യോസേഫ് കടന്നുപോയപ്പോഴും യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതായ ആ വലിയ കരം അത് മറ്റുള്ളവർ കണ്ടില്ല എങ്കിലും, ലോകം അതിനെ കണ്ടില്ല എങ്കിലും, ലോകം അന്ന് കണ്ടത് യോസേഫിൻ്റെതായ ആ ദുരവസ്ഥകളാണ് കണ്ടത്. അതായത് ദർശനമുള്ളവൻ്റെതായ ദുരവസ്ഥകളാണ് ലോകം കണ്ടത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നതായ ഒരു വചനമുണ്ട്, നിങ്ങൾ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ ഇതൊക്കെയും ചെയ്തു, എന്നാൽ ഇന്നുള്ളതുപോലെ അനേകർക്ക് രക്ഷയ്ക്കായി കർത്താവ് ആക്കി തീർത്തോ. ഇതേ അനുഭവമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ള അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾക്ക് ദോഷം വരുത്തുവാൻ ശത്രു പല കെണികളും തന്ത്രങ്ങളും ഒരുക്കും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നാൽ അത് നമുക്ക് മാത്രമല്ല അനേകർക്ക് രക്ഷ വരുത്തുന്ന തരത്തിൽ കർത്താവ് അതിനെ പ്രയോജനമാക്കി തീർക്കുമെന്ന് വലിയൊരു സാക്ഷ്യം കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിത അനുഭവത്തില് കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു മറ്റൊരു കാര്യമുണ്ട്. ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ സ്നേഹമൊന്നും നമുക്ക് നിലനിൽക്കുന്നതല്ല എന്ന്. പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ ഞാനൊരു വ്യക്തികളെയും ആശ്രയിക്കാറില്ല. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കും,
കർത്താവേ, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കുക മാത്രമല്ല, ഞാനതെൻ്റെ കുഞ്ഞിനെയും പഠിപ്പിക്കുവാനിടയായി. എൻ്റെ മോനും അതുപോലെയാണ്. അവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവൻ എൻ്റെ കർത്താവിനോട് ചോദിക്കുകയും അവൻ ഇടവിടാതെ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തോട് ചോദിക്കുകയും കർത്താവ് അതൊക്കെയും അവന് കൊടുക്കുകയും ചെയ്യുന്നതായ വലിയ സന്തോഷമുള്ള അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതുപോലെ ഞാനും എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കർത്താവിനോട് ചോദിക്കുമ്പോൾ തക്ക സമയത്ത് കർത്താവ് എനിക്കതൊക്കെയും ഒരുക്കി തരുന്നതായ ആ അനുഭവം എൻ്റെ ജീവിതത്തിലുമുണ്ട്. കാരണം എനിക്കൊന്നറിയാം, അബ്രഹാമിനെ ആശ്രയിച്ചാൽ അബ്രഹാം കൊടുത്താൽ ഒരു തുരുത്തി വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്നാൽ കർത്താവ് തുറന്നാൽ അത് നമുക്ക് മാത്രമല്ല അനേകർക്ക് കോരി കൊടുക്കുന്ന തരത്തിൽ തന്നെ കർത്താവ് നമുക്ക് തരും. ആ അനുഭവത്തിലൂടെ തന്നെയാണ് സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി എന്താണ് മികച്ചത് നമ്മൾക്ക് വേണ്ടത്, ആ മികച്ചതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഈ ലോക സ്നേഹത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ കർത്താവ് നമുക്ക് കൃപ തരും. ഏത് തെറ്റിലൂടെ ഏത് പോരായ്മയിലൂടെ പോകുന്ന വ്യക്തികളെയും വാസ്തവമായി സ്നേഹിക്കുവാനും ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും സ്വർഗത്തിൽ ദൈവം നമ്മളെ സഹായിക്കും. ഈ അനാഥത്വത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ഒരു വാടക ഭവനമാണെങ്കിലും ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ഒത്തിരി സമയം ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കും, എങ്ങനെയാണ് വാടക കൊടുക്കുന്നത്, എങ്ങനെയാണ് ചിലവൊക്കെ നടക്കുന്നത്? പക്ഷേ എനിക്ക് തന്നെ അത്ഭുതമാണ് ഞങ്ങൾ ഓരോ ദിവസവും എങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതെന്ന്. അതുപോലെ അത്ഭുതത്തോടെ അതിശയത്തോടെയുമാണ് എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ പരിപാലിക്കുന്നത്. ഞങ്ങൾ ഈ ഭവനത്തിൽ എല്ലാ ആഴ്ചയിലും കർത്തൃദാസനും കുടുംബവും ഞങ്ങൾ കൂട്ടുവിശ്വാസികളും ചേർന്ന് ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അധികം ബലത്തോടെ ശക്തിയോടെ ദൈവകൃപയോടെ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇത്രത്തോളം സമയം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വിലയേറിയ നന്മകളെയും അത്ഭുതങ്ങളെയും പ്രസ്താവിക്കുവാൻ എൻ്റെ കർത്താവ് തന്ന വിലയേറിയ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ കർത്തൃദാസന് ഞങ്ങൾ എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.